അമ്മയുടെ മറുപടിയിൽ സംശയം നിറഞ്ഞു സിദ്ധാർത്ഥിൽ. കൂടുതലൊന്നും ഇപ്പോൾ അറിയണ്ട, ഇനി ആ കുട്ടി നിന്നെ നോക്കും, അത്രമാത്രം. അമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സിദ്ധാർത്ഥിന് മറിച്ചൊരു മറുപടിയൊന്നും ഇല്ലായിരുന്നു. 1-2 ദിവസങ്ങൾക്ക് ശേഷം ആശയും വർമ്മയും അവരുടെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ ഗൗരിയും സിദ്ധാർത്ഥും മാത്രമായി മാറി. അനന്യയുടെ കോൾ നിരന്തരമായി സിദ്ധാർത്ഥിനെ തേടി വന്നിരുന്നു. അതൊന്നും അത്ര ബോധിച്ചിട്ടില്ല ഗൗരി. അവിടെ നിൽക്കുന്നത് പതിവ് പോലെ രാത്രിയിലെ ആഹാരം കഴിച്ച് സിദ്ധാർത്ഥ് ഓഫീസ് റൂമിലേക്ക് നടന്നു. പഴയതുപോലെ പെട്ടെന്ന് പടികൾ ഓടിക്കയറാനോ ഇറങ്ങാനോ പറ്റുന്ന അവസ്ഥയല്ല. സത്യത്തിലെങ്കിലും അവൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഷ്ടപ്പെട്ടു. നാളെ മുതൽ കോളേജിലേക്ക് പോയി തുടങ്ങണമെന്ന് ഗൗരിയും വിചാരിച്ചു. പാത്രങ്ങൾ കഴുകുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നു. മുമ്പ് സിദ്ധുവും അവളും കൂടി രസകരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് അവനത് ഓർക്കുന്നു പോലുമില്ലല്ലോ എന്നോർത്ത്. നേരം 11:15 കഴിഞ്ഞിരുന്നു. സിദ്ധാർത്ഥ ഓഫീസ് റൂമിൽ നിന്നും ഫയലുകളെല്ലാം നോക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഹാളിലെ ലൈറ്റ് കണ്ട് അവന് ദേഷ്യമാണ് വന്നത്. ഈ പെണ്ണിനൊരു ശ്രദ്ധയുമില്ല, കണ്ടില്ലേ ലൈറ്റ് എല്ലാം ഓൺ ചെയ്ത് പോയിരിക്കുന്നത്. സിദ്ധാർത്ഥ കോപത്തോടെ പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങി. അവൻ താഴേക്ക് എത്തിയതും ലൈറ്റ് ഓഫ് ചെയ്യാൻ നേരമാണ് അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ നേരിയ ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങോട്ടേക്ക് ചെന്നു നോക്കി. ഗൗരി നല്ല തിരക്കിട്ട ജോലിയിലാണ്. അതെ മതി, വന്ന് കിടക്കാൻ നോക്ക്, സമയം ഇത്രയായില്ലേ, അവൻ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും കറണ്ട് അടിച്ചതുപോലെ ഇരുവരും സ്റ്റക്കായി നിന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ സെയിം കാരണം അവർക്കിടയിൽ മുൻപ് നടന്നിട്ടുണ്ട്. സിദ്ധാർത്ഥ ഒരു സ്വപ്നം പോലെ അത് ഓർത്തു. അവൻ തലയിൽ കൈവച്ചു നിന്നു. എന്തുപറ്റി? അവൾ അവൻ അരികിലേക്ക് വന്നു നിന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല, തലയ്ക്കൊരു വേദന. പിന്നെ ഒരു സംഭവം മുന്ന് എനിക്കും നിനക്കും ഇടയിൽ പോലെയല്ല, നടന്നത് തന്നെയാണ്, അവൾ അറിയാതെ പറഞ്ഞു. അവൻ കാര്യം മനസ്സിലാവാതെ അവളെ തന്നെ ഉറ്റുനോക്കി. വേറെ ഒന്നുമല്ല, നിങ്ങൾ കേട്ടിട്ടില്ലേ തേജാവു, അതുതന്നെ. കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അവൾ അവിടെ നിന്നും ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് മുകളിലേക്ക് പോയി. അവൾ പോയതും സിദ്ധാർത്ഥ പല ചിന്തയിൽ മുഴുകി. എല്ലാവരും എന്നിൽ നിന്നും എന്തോ ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നാൻ കാരണം എന്താവും? എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത്ര ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും മാറ്റങ്ങൾ എല്ലാം കൂടി ആലോചിച്ച് തലവേദനിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥ അരിശത്തിൽ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നടന്നു. രാത്രി എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരാതെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് അരണ്യയുടെ കോള് വരുന്നത്. പൊതുവെ അവളുടെ സംസാരം അതെല്ലാം അവനെ രസിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ആക്സിഡന്റിന് ശേഷം അതവൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അവന് തന്നെ തോന്നി തുടങ്ങിയിരുന്നു. സിദ്ധാർത്ഥ്, മറുതലയ്ക്കൽ അവൾ വിളിച്ചു. ആ പറ അനന്യ, എന്തുപറ്റി, ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വരുന്നില്ല. എന്താ സംസാരത്തിനൊരു കനം? ഒന്നുമില്ല. അനന്യ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് സംശയത്തോടെ നോക്കി. എന്തോ സിദ്ധുവിന് പറ്റിയിട്ടുണ്ട്. ഇനി അവനെല്ലാം അറിഞ്ഞു കാണുമോ? അനന്യ ആലോചിച്ചിരിക്കെ തന്നെ സിദ്ധാർത്ഥ മറുതലയ്ക്കൽ നിന്നും സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഹലോ, ആ സിദ്ധു, എന്താ പെട്ടെന്ന് മിണ്ടാതായേ? ഒന്നുമില്ല, എന്തോ റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ആ, വേറെ കാര്യമായി എന്തെങ്കിലും പറയാനുണ്ടോ? അതെന്താ സിദ്ധു, കാര്യം സംസാരിക്കാൻ മാത്രമേ ഞാൻ വിളിക്കൂ? അതല്ല, എന്തോ വല്ലാത്ത ഒരു അകൽച്ച പോലെ. അത് കേട്ടതും അനന്യ ഞെട്ടിത്തെറിച്ചുപോയി. എന്താ സിദ്ധു? എന്താണെന്നറിയില്ല, കാലം കുറെ മുന്നോട്ട് പോയതുപോലെ ഞാനും നീയും എവിടെയോ വെച്ച് രണ്ടാമത് പോലെയൊക്കെ. സിദ്ധു, അങ്ങനെയൊന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട, ഉറങ്ങിക്കോ. ഞാൻ നാളെ മോർണിംഗ് വരുന്നുണ്ട്, നമുക്ക് കുറച്ചു നേരം നമ്മുടെ മാത്രം ലോകത്തിരിക്കാം. എന്തു പറയുന്നു? അവനൊന്ന് മൂളുക മാത്രം ചെയ്തു. ഫോൺ കട്ട് ചെയ്തു. സിദ്ധാർത്ഥ ഫോൺ കട്ട് ചെയ്തതും അനന്യ അവളുടെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. പഴയ ഓർമ്മകൾ വീണ്ടും അവനിലേക്ക് വരാൻ അനുവദിച്ചുകൂടാ. വരുന്നതിന് മുന്നേ അവനെ എൻ്റേതാക്കി തീർക്കുന്ന ഒരു കൊളുത്തിട്ടേ പറ്റൂ. അവൾ പൈശാചിക ചിരിയോടെ ബെഡിലേക്ക് കിടന്നു. പിറ്റേന്ന് രാവിലെ സിദ്ധാർത്ഥിനുള്ള ബ്ലാക്ക് കോഫി ടേബിളിൽ വെച്ച് ഗൗരി കോളേജിലേക്ക് ഇറങ്ങി. അവൾ ഇറങ്ങി ഏതാനും നിമിഷം കഴിഞ്ഞതും അനന്യ അങ്ങോട്ടേക്ക് വന്നു. അകത്തേക്ക് കയറി അനന്യ സിദ്ധു ഉറങ്ങുന്നതാണ് കണ്ടത്. അവനടുത്ത് ചൂടുള്ള ബ്ലാക്ക് കോഫി ഇരിക്കുന്നത് കണ്ട് അവൾക്കൊരു ബുദ്ധി തോന്നി. അവൾ ആ ബ്ലാക്ക് കോഫി കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ ഉണർത്തി. സിദ്ധു എഴുന്നേറ്റ്, സമയം എത്രയായി? പതിവില്ലാതെ അവളെ കണ്ടതും സിദ്ധാർത്ഥ ഒന്ന് അമ്പരന്നു. ശേഷം എഴുന്നേറ്റ് അവളെ നോക്കി. നീ ഇവിടെ? അതൊക്കെ എത്തി, ഇപ്പോൾ ഈ കോഫി കുടിക്ക്.
അവൾ കയ്യിൽ നിന്നും കോഫി വാങ്ങിയ ശേഷം സിദ്ധാർത്ഥ് ചോദിച്ചു, ആ കുട്ടി എവിടെ? അവളല്ലേ ഇത് ഉണ്ടാക്കുന്നേ? അവൾ എങ്ങോട്ടോ പോയി. എങ്ങോട്ട്? ആർക്കറിയാം. വലുത് മടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ശ്രദ്ധിച്ചോണം. അവളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അല്ലെങ്കിലും സിദ്ധുവിന് അങ്ങനെ തോന്നൂ. ആരടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന എൻ്റെ ഭാവി മരുമകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അനന്യ പറയുന്നത്. ആ ശബ്ദം കേട്ടതും ഇരുവരും വാതിൽക്കലേക്ക് നോക്കി. ആശയാണ്. അമ്മ ഇവിടെ? സിദ്ധു കാര്യം അറിയാതെ ചോദിച്ചു. ആ കുട്ടി കോളേജിലേക്ക് പോയിരിക്കുകയാണ്. നിന്നെ നോക്കാൻ വേണ്ടി വന്നതാ. ആ, ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ അമ്മേ. അമ്മ വയ്ക്കൂ. അനന്യ പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ചു. അതിന് നീ ഏതാ പെണ്ണെ? എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആ മറുപടി അവൾക്കൊരടിയായിരുന്നു. മോനെ, നിനക്കുള്ള കോഫി ഗൗരിമോള് നിന്റെ ടേബിളിൽ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കുടിച്ച് ഫ്രഷായി താഴേക്ക് പോരെ, ഫുഡ് കഴിക്കാം. സിദ്ധാർത്ഥ് അനന്യയുടെ കയ്യിലുള്ള കോഫിയും ഗ്ലാസ്സും ഒന്ന് നോക്കി. ഇത് നീ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട്? അത് സിദ്ധു. അവൾ എന്ത് മറുപടി പറയണമെന്നറിയാതെ ഉഴറി നിന്നു. സിദ്ധാർത്ഥ് കയ്യിലെ കോഫി അവിടെ വെച്ചുകൊണ്ട് കോപത്തോടെ എഴുന്നേറ്റ് അവൾക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു, നുണ. അത് ഞാൻ ഒരിക്കലും പൊറുക്കില്ലെന്ന് നിനക്ക് നന്നായി അറിയുന്ന കാര്യമല്ലേ അനന്യെ? ഒരു 100 വട്ടം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നുണ പറയരുതെന്ന്. എന്നിട്ടും നീ. സിദ്ധു, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. ഇതിലൊക്കെ ഇത്ര ഹാഷാവാൻ എന്തിരിക്കുന്നു? ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും നുണ എന്നും നുണ തന്നെയാണ്. സിദ്ധാർത്ഥ് അവളെ തള്ളി മാറ്റിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. ഈ തള്ള കാരണം ഇന്നിതെല്ലാം ഉണ്ടായത്. കറക്റ്റ് ടൈമിൽ തന്നെ വന്നു കയറിയല്ലോ. അവൾ അരിശത്തിൽ പറഞ്ഞുകൊണ്ട് താഴേക്ക് ചെന്നു. ഹാളിൽ ടേബിളിൽ ഭക്ഷണം നിരത്തി വച്ചിരിക്കുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. ഇത്രയും സാധനങ്ങൾ ഇവൾ ചുരുങ്ങിയ നേരം ഉണ്ടാക്കി വെച്ചു. അടുത്തിരുന്ന സ്പൂൺ എടുത്ത് അനന്യ ഓരോന്നായി ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇതെങ്ങാനും സിദ്ധു കഴിക്കാൻ ഇടയായാൽ പിന്നെ അവളുടെ പാചകത്തെ പുകഴ്ത്താനേ അവന് നേരം കാണൂ. ഒരു പൈശാചിക ചിരി അവളിൽ വിരിഞ്ഞു. ശരിയാക്കി തരാം. അടുത്തിരുന്ന സോൾട്ട് ടിൻ ഓപ്പൺ ചെയ്ത് അവൾ അതിൽ നിന്നും ഉപ്പ് വാരി കറിയിലേക്ക് ഇടാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്നും ഒരനക്കം കേട്ടു. തിരിഞ്ഞു നോക്കിയതും അവിടെ അവളുടെ പ്രവൃത്തി നോക്കി കൈകെട്ടി നിൽക്കുന്ന ആശയാണ് അവൾ കണ്ടത്. എന്തു പറയണമെന്നറിയാതെ അവൾ സ്റ്റക്കായി നിന്നുപോയി. പിന്നെ ഈ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അതാ. തിന്നാനല്ലാതെ നിനക്ക് ഈ പാചകത്തെക്കുറിച്ച് എന്തറിയാം? പൊന്നു മരുമകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന അനന്യെ ചെയ്യാൻ നോക്കിയത് ഇനി മേലാൽ ഇതാവർത്തിക്കരുത്. അമ്മയുടെ ദേഷ്യത്തോടെയുള്ള സംസാരം കേട്ടാണ് സിദ്ധു മുകളിൽ നിന്നും താഴേക്ക് വന്നുകൊണ്ടിരുന്നത്. സംശയത്താൽ അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി, പുരികമുയർന്നു. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഒന്നുമില്ല മോനെ, ഇരിക്കെ, നമുക്ക് ആഹാരം കഴിക്കാം. സിദ്ധാർത്ഥിനുള്ള ആഹാരം ഓരോന്നായി ആശ വിളമ്പി നൽകുന്നത് കണ്ട് അനന്യയ്ക്ക് ദേഷ്യം വന്നു. അവൾക്ക് ഒരു ഡിഷ് അവന് നൽകാൻ ഒരുങ്ങിയതും അവൻ കൈ ഉയർത്തി അത് തടഞ്ഞു. എന്താ സിദ്ധാർത്ഥ്, അമ്മ തന്നത് മാത്രമേ കഴിക്കൂ? സിദ്ധാർത്ഥ് തല ഉയർത്തി അവളെ നോക്കി. ഈ പാത്രത്തിൽ അത്യാവശ്യവും അതിൽ കൂടുതലുമായി നീ ഒഴിക്കാൻ വന്ന കറി കണ്ടില്ലേ? ഇനിയും അത് തന്നെ എന്തിനാ ഒഴിക്കുന്നത്? സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടാണ് അവൾ പ്ലേറ്റിലേക്ക് നോക്കിയത്. എങ്കിൽ സിദ്ധു ഇത് തരട്ടെ. വേണ്ട, അവനത് ഇഷ്ടമല്ല, ആശ പറഞ്ഞു. പിന്നെ എന്തിനാ പെണ്ണ് ഇതൊക്കെ ഉണ്ടാക്കി വേസ്റ്റ് ആക്കുന്നത്? അല്ല, ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ, എന്തും ചെയ്യാമല്ലോ. ആര് പറഞ്ഞു ആ കുട്ടി ഇത് വേസ്റ്റ് ആക്കാനായി ഉണ്ടാക്കിയതാണെന്ന്? ഇതെനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് തന്നെയാ പറഞ്ഞത്, വേസ്റ്റ് ആണെന്ന്. അവൾ അത്ഭുതം പോലെ പറഞ്ഞു. സിദ്ധാർത്ഥ അവരുടെ സംസാരത്തിൽ വല്ലാത്ത മനോവിഷമത്തിലായിരുന്നു. ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന അമ്മയെ ഒരു പരിഗണനയും നൽകാതെ ഇങ്ങനെ മറുപടി പറഞ്ഞു നിൽക്കുന്ന അനന്യയും സ്വന്തം മകൻ പ്രണയിക്കുന്ന പെണ്ണാണെന്ന പരിഗണന നല്ലത് അമ്മയും. ഒരു പെൺകുട്ടിയെ കണ്ടാൽ വാരി പുണരുന്ന അമ്മ തന്നെയാണോ ഇതെന്ന് പോലും അവൻ സംശയിച്ചു. ആഹാരം കഴിച്ച് റൂമിലേക്ക് കയറിയ സിദ്ധാർത്ഥിന്റെ പിന്നാലെ കയറാനാഞ്ഞ അനന്യയെ തടഞ്ഞുകൊണ്ട് ആശ പറഞ്ഞു, എന്തായാലും മോൾ അവനെ നോക്കാൻ വന്നതല്ലേ, ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്ക്, എന്നിട്ട് മുകളിലേക്ക് പോരുക കേട്ടോ. റൂമിലേക്ക് എത്തിയ സിദ്ധാർത്ഥ അമ്മയെ ഒരു വിഷമത്തോടെ നോക്കി. അവൻ്റെ ഇരു കവിളിലും കൈവച്ചുകൊണ്ട് അമ്മ കാര്യം തിരക്കി. എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നു. അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ബന്ധമല്ല അമ്മയും അനന്യയും തമ്മിലുള്ളത്. അമ്മയ്ക്കെന്തോ അവളോട് വല്ലാത്ത ദേഷ്യവും വെറുപ്പും ഒക്കെ പോലെ.
ഏയ് അങ്ങനെയൊന്നുമില്ല, അതെൻ്റെ കുഞ്ഞിന് തോന്നുന്നതാ. അല്ല അമ്മ, എൻ്റെ അമ്മ ഇങ്ങനെയല്ല. ഒരു പെൺകുട്ടിയെ കണ്ടാൽ അമ്മ അവളെ ഇങ്ങനെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കും, ഒരുപാട് സംസാരിക്കും. അതൊന്നും ഞാൻ ഇപ്പോൾ കാണാത്തത് എന്തുകൊണ്ടാ? അമ്മയ്ക്ക് അവളെ ഇഷ്ടമായില്ല. അമ്മ ഒരു ഇളം ചിരിയോടെ മോൻ്റെ നെറ്റിയിൽ തലോടി. എന്നേക്കാൾ പൊക്കം വച്ചു നീ. അമ്മ കാര്യം മാറ്റല്ലേ, പറ. അമ്മയ്ക്ക് അവളെ ഇഷ്ടമേ അല്ല? ഗൗരിയുടെ നിറമിഴികളും സ്നേഹവും കരുതലുമാണ് ആ അമ്മയുടെ മനസ്സിലേക്ക് ഓടി വന്നത്. മോനെ, അമ്മ പറയുന്നത് കേട്ട് എൻ്റെ മോനെ വിഷമം തോന്നരുത്. ഇല്ല, എന്നോട് പറ. അമ്മയ്ക്ക് അവളെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. അമ്മയ്ക്ക് അവളെ ഇഷ്ടമായില്ല. കാണാൻ നിനക്ക് പറ്റുന്ന പെണ്ണൊക്കെ തന്നെയാണ്, പക്ഷെ സ്വഭാവം എൻ്റെ മോന് ചേർന്നതല്ല. പണത്തിന് വേണ്ടി മാത്രം നിന്റെ കൂടെ നടക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയത്. മോന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇടയ്ക്ക് മോൻ്റെ ലാപ്പും ഫോണും പുതിയ ഫയൽസും എല്ലാം ഒന്ന് ആദ്യം മുതൽ നോക്കണം. ഒന്നും മനസ്സിലാവാതെ അവൻ അമ്മയെ സംശയത്തോടെ നോക്കി. അനന്യ ലാപ്പും ഫയലും തമ്മിൽ എന്താ ബന്ധം? അവൻ അമ്മയോട് ചോദിച്ചു. അതിനൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അമ്മ റൂമിന് വെളിയിലേക്ക് വന്നു. അവൻ്റെ ഫോണും ലാപ്പിലെ പല ഫോൾഡറുകളും ഗൗരിയുടെ സ്പേസ് ആയിരുന്നു. അത് കണ്ടാൽ തന്നെ ചിലതെല്ലാം അവന് മനസ്സിലാകുമെന്ന് ഉറപ്പിച്ചിരുന്നു അമ്മ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.